ആവശ്യ പൂർത്തീകരണത്തിന്, നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ എന്തു നീയത്തുകളുണ്ടോ അതൊക്കെ പെട്ടെന്ന് നമുക്ക് റബ്ബിന്റെ അടുക്കലിൽ നിന്ന് ഒരു പ്രത്യേക അമല് ചെയ്ത് നേടിയെടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള അമലുകൾ നമ്മുടെ ഈ ചാനലിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാം 12,000 ബിസ്മിയുടെ അമല്, യാ ലത്തീഫിന്റെ അമല്, സൂറത്ത് യാസീനിന്റെ തഹജ്ജുദുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ തുടങ്ങി ഒരുപാട് അമലുകൾ പറഞ്ഞു. അത് പലരും ചെയ്തിട്ട് അവർക്കൊക്കെ അതിന്റെ റിസൾട്ടൊക്കെ കിട്ടി. അതിന്റെ ഇടയ്ക്കുള്ള അപ്ഡേഷനൊക്കെ ഞാനിങ്ങനെ അറിയിക്കാറുണ്ട്. അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബെയ്ത്താണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ആ ബെയ്ത്തിന്റെ ഒരു പ്രത്യേകത മഹാന്മാര് പറയുന്നു, ഖാല ബഅദുൽ ഉലമ മൻ കാന ലഹു ഇൻദല്ലാഹി ഹാജ, ആർക്കെങ്കിലും അള്ളാഹുവിന്റെ അടുക്കലിൽ നിന്നൊരു കാര്യം നേടിയെടുക്കണം, നമ്മുടെ ഏതെങ്കിലും ഒരു കാര്യം റബ്ബിൽ നിന്ന് അത് റബ്ബ് നമുക്കത് സാധിപ്പിച്ചു തരണം എന്ന നിയ്യത്ത് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഫൽയുവാളിബ് അലാ ഹാദിഹിൽ അബിയാത്ത്, അവന് ഈ ബെയ്ത്ത് അവന് പതിവാക്കട്ടെ. അപ്പൊ ഞാൻ ആ ബെയ്ത്ത് ഇപ്പോൾ ഇവിടെ പറയും. ഞാൻ എഴുതിയിട്ടില്ല, എഴുതാൻ സമയം കിട്ടിയിട്ടില്ല. ഞാൻ ഈ ബെയ്ത്ത് പറയലോടുകൂടെ നിങ്ങൾ ഈ ബെയ്ത്ത് കാണാതെ പഠിക്കും എന്ന പ്രതീക്ഷയിലാണ്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ബെയ്ത്താണ്. പക്ഷെ ഓരോന്നും അതിനനുസരിച്ച് ആ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു ചെയ്യുമ്പോഴാണ് അതിന്റെ പ്രതിഫലം ലഭിക്കുക, നല്ല നീയത്തോടു കൂടെ ചെയ്യുമ്പോൾ. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു വിശ്വാസം വരുന്നല്ലേ. ഞാനിങ്ങനെ കിതാബിൽ കാണുന്നത് പറഞ്ഞപ്പോൾ നിങ്ങൾക്കതൊരു വിശ്വാസം വരുന്നു. ആ വിശ്വാസം വരുമ്പോൾ നിങ്ങളത് ആ വിശ്വാസത്തോടു കൂടെ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ അതിന് നല്ല ഫലം ലഭിക്കും എന്നുള്ളതാണ്. മാത്രമല്ല മഹാന്മാർ പറയുന്നു, ഇതിങ്ങനെ പതിവാക്കണം എന്ന് മാത്രമല്ല ഫി ജമീഇ ഔഖാതിഹി, അവന് കിട്ടുന്ന സമയത്തെല്ലാം ഈ ബെയ്ത്തിനെ ഇങ്ങനെ പതിവാക്കി കഴിഞ്ഞാൽ അത് മുജറബത്തുൻ ലിഖളാഇൽ ഹാജാത്ത്, ഒരുപാട് ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ അത് വളരെ മുജറബായ ഒരു അമലാണ്. മുജറബായ അമൽ എന്ന് പറഞ്ഞാല് അതങ്ങനെ ചെയ്ത് ഒരുപാട് ആളുകൾക്ക് അനുഭവം അതിൽ നിന്ന് ലഭിച്ച അമലാണ് എന്നാണ് മുജറബിന്റെ അർത്ഥം. മുജറബിന്റെ അർത്ഥം ഞാൻ മുമ്പ് പറഞ്ഞു തന്നിരുന്നു, ഒരുപാട് വിഷയങ്ങൾ പറയുമ്പോൾ അതിന്റെ കൂട്ടത്തിലൊക്കെ പറഞ്ഞു തന്നിരുന്നു. അപ്പൊ ആ മുജറബായ ഈ ബെയ്ത്താണ് പറയുന്നത്. അപ്പൊ ഇതിനൊക്കെ പ്രധാനമായിട്ട് നമ്മളെ കരുത്ത്, നമ്മളുടെ നിയ്യത്ത്, അൽ ഖസ്ദു ബിൽ ഖൽബ്, ഹൃദയം കൊണ്ടുള്ള ആ ഒരു കരുത്ത്, ആ കരുത്ത് മനസ്സിന്റെ ഉള്ളിൽ നന്നായിട്ട് വേണം. ആ കരുത്തോടു കൂടെയാണ് ഇത് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ അതിന് ലഭിക്കുന്ന ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് തന്നെ കണ്ട് സന്തോഷിക്കാം. അപ്പൊ എന്ത് നീയത്തും കരുതി ചെയ്യാം. ഞാൻ എല്ലാ ദിവസവും പറയാറുള്ളത് പോലെ നമ്മുടെ മകൻക്ക് നല്ല ജോലി ലഭിക്കാൻ ഈ നീയത്താക്കിയിട്ട് ഇത് ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ, അതേപോലെ തന്നെ നിങ്ങൾ എവിടേക്കെങ്കിലും നടന്നു പോകുമ്പോൾ എപ്പോഴും നിങ്ങൾക്കിത് ചെയ്യാം. മഹാന്മാർ പറഞ്ഞതല്ലേ, ധൈര്യമായിട്ട് ചൊല്ലിക്കൂടെ. നിങ്ങൾ വെള്ളം ചൂടാക്കുമ്പോൾ, അതേപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ, നിങ്ങളുടെ മക്കളെ കളിപ്പിക്കുന്ന സമയത്ത്, ഇങ്ങനെ ഒരു പ്രത്യേക സമയമൊന്നുമില്ല. അപ്പൊ നമുക്ക് എപ്പോഴും ചെയ്യാ, കിടന്നുറങ്ങുമ്പോ കിടന്നുറങ്ങുന്ന സമയത്ത് ഇത് ചൊല്ലിക്കൊണ്ട് കിടന്നുറങ്ങാം. ഇങ്ങനെ ഏത് സമയത്തും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേക സമയത്ത് ചെയ്യണം എന്ന് പറഞ്ഞു വരാത്തതുകൊണ്ട് എപ്പോഴും നമുക്കിത് ചെയ്യാം. ഈ ജമീഇ ഔഖാതിഹി, നമുക്ക് പറ്റുന്ന സമയങ്ങളിൽ എല്ലാ സമയത്തും ഇത് ചൊല്ലിയാല് അത്രയും പ്രതിഫലം ഉണ്ടാവുന്ന. അപ്പൊ അത് കാണാതെ പഠിക്കുക. നമ്മൾ ബിസ്മിയുടെ അമല് ചെയ്തിട്ട് ഒരുപാട് റിസൾട്ട് കിട്ടിയ ആളുകളുണ്ടല്ലോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് സ്റ്റാറ്റസിൽ ഇടാറുണ്ട്. അതേപോലെ തന്നെ യാ ലത്തീഫ് ചൊല്ലിയവർക്ക് അത്തരം വിഷയങ്ങളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ അതിൻ്റെ റിസൾട്ട് പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ വീഡിയോയിൽ പറയും, ചിലപ്പോൾ അത് സ്റ്റോറിയിൽ അപ്ഡേറ്റ് ചെയ്യും, ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അത് ഓരോരുത്തർക്കും അത് കണ്ട് പ്രചോദനമാവട്ടെ എന്ന് കരുതിയിട്ട്. അതുപോലെയുള്ളൊരു ബെയ്ത്താണ് ഈ ബെയ്ത്ത്. നിങ്ങളിത് കാണാതെ പഠിക്കൂലേ, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അതുകൊണ്ട് എഴുതേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ റബ്ബിനോട് വളരെ ആത്മാർത്ഥമായിട്ട് പറയാം. അതുകൊണ്ടൊക്കെ നല്ല നേട്ടങ്ങൾ ഉണ്ടാകും. റബ്ബലെല്ലാം തരുന്നത്. നമുക്കിപ്പോൾ ഒരാളെ കയ്യിൽ നിന്ന് ഒരു കാര്യം സാധിച്ചു കിട്ടാനുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മകനൊരു സ്ഥലത്ത് പോയിട്ട് CV ഇന്റർവ്യൂ കൊടുത്തിരുന്നു. അങ്ങനെ കൊടുത്തിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ആയി, പക്ഷെ അത് ഇങ്ങോട്ട് കിട്ടുന്നില്ല. അള്ളാഹു അല്ലേ അത് തോന്നിപ്പിച്ചു കൊടുക്കേണ്ടത്. ഈ ഒരു ബെയ്ത്ത് ചൊല്ലിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക. നമ്മുടെ കുടുംബത്തിൽ വലിയ പ്രശ്നമുണ്ട്, എന്നാൽ ഈ ബെയ്ത്ത് ചൊല്ലിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് പറയുക. മഹാന്മാർ പറഞ്ഞല്ലേ, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന്, ഞാൻ ഈ ഇതിൽ പറയുന്ന ഒന്നും എൻ്റെ സ്വന്തം ഇഷ്ടത്തിനൊന്നും പറയുന്നില്ല. എൻ്റെ അടുത്ത് ഒരുപാട് കിതാബുകളുണ്ട്. ആ കിതാബുകളിൽ നിന്ന് ഞാൻ മനസ്സിലാകുന്ന ഓരോ വിഷയങ്ങൾ അത് കൃത്യമായി അത് നല്ല മുജറബാണെന്ന് മനസ്സിലാക്കിയ അമലുകളാണ് പറഞ്ഞിരുന്നത്.
നമുക്ക് പ്രധാനമായിട്ട് ഇത്തരം ഹദീസുകൾ, അതേപോലെ തന്നെ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും കിട്ടുന്ന അമൂല്യമായ അറിവുകൾ, ആ അറിവുകളൊക്കെയാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് ജീവിതത്തിൽ പകർത്താൻ കാണിക്കുന്ന ഓരോ ദിവസവും നിങ്ങൾ താഴെ എഴുതി അറിയിക്കുന്ന കമൻറ്റുകൾ, അതാണ് നമുക്ക് വലിയ പ്രചോദനമാകുന്നത്. അപ്പോൾ നമുക്ക് ഈ ബൈത്ത് ചൊല്ലിയാലോ? ഒരു 3 തവണ ചൊല്ലാം. ഇപ്പം തന്നെ എല്ലാവരും നെയ്യത്ത് വെച്ചോ. അതോടുകൂടെ തന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങളത് കാണാതെ പഠിച്ച് നിങ്ങളുടെ ഏത് മുറാദുകൾക്ക് വേണ്ടിയിട്ട് ഈ ബൈത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. പിന്നെ നേരിട്ട് കാണുന്നവരുടെ വിഷയം ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ. അത് നേരിട്ട് കാണാനുള്ളവര് ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു ഡേറ്റ് നമ്മൾ കൊടുക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ട് കൊടുക്കൂല? അങ്ങനെ ഒരു പബ്ലിക് ആയിട്ടുള്ള ഡേറ്റ് കൊടുത്തിട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ കണ്ടു, അത്രയും ബ്ലോക്ക് ഉണ്ടായി, വാഹനങ്ങളുടെ ബ്ലോക്ക് ഉണ്ടായി. അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ വന്നു, ഒരുപാട് സമയം ഒരുപാട് ആളുകൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതൊക്കെ പ്രയാസമല്ലേ? പലർക്കും അത് പ്രയാസമാണ്. പിന്നെ പറയാതെ ഒരാളും വരികയും ചെയ്യരുത്, അതും വലിയ ബുദ്ധിമുട്ടാണ്. പറയാതെ വന്നിട്ട് തിരിച്ചുപോയ ആളുകൾ കുറേ ഉണ്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം വന്നിരുന്നു, അവർ പറയാതെ വന്ന കാരണം കൊണ്ട് തിരിച്ചു പോകേണ്ടി വന്നു. ദൂരത്ത് നിന്നാ വരിക, അപ്പോൾ തിരിച്ചു പോയി എന്ന് നമ്മൾ അറിയുമ്പോൾ അത് വല്ലാത്തൊരു പ്രയാസമാണ്. അപ്പോൾ അതാരും ചെയ്യരുത്, കൺഫേം ആയ ഡേറ്റിൽ വരിക. പിന്നെ എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ള കുറച്ചൊക്കെ ക്ഷമയും സഹനമൊക്കെ ഉള്ളവർ വരിക. കാരണം അങ്ങനെ അല്ലാത്തൊരു ഇതുവരെ വന്നു എന്നല്ലട്ടാ. എല്ലാവരും ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, അന്നൊക്കെ വന്നിട്ട് 5 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തിട്ട് റൂമിലേക്ക് കയറേണ്ടി വന്നിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ അവർ വന്ന ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. നമ്മൾ ബോധപൂർവ്വം അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. ഓരോരുത്തരും അവരവരുടെ പ്രയാസങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന്, ആലപ്പുഴയിൽ നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന്, ചെന്നൈയിൽ നിന്നൊക്കെ വന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ അവരൊക്കെ ലോങ്ങിൽ നിന്ന് വാഹനം കയറിയിട്ട് തലേ ദിവസവും അതിൻ്റെ മുമ്പത്തെ ദിവസമൊക്കെ വന്ന് ഇവിടെ തൊട്ടടുത്തുള്ള ടൗണിൽ റൂം എടുത്ത് സ്റ്റേ ചെയ്ത് ഫ്രഷായി വന്നവരാണ്. അപ്പോൾ അവർ നേരെ നമ്മളെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ ഒരു 3 മിനിറ്റ് സംസാരിച്ചാൽ മതി പോകുമെന്ന് പറഞ്ഞ് പുറത്തേക്ക് അവരുടെ മുഴുവൻ കാര്യങ്ങൾ കേൾക്കാതിരിക്കുമ്പോൾ അവർക്കുണ്ടാവുന്നൊരു പ്രയാസം, അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സമയം നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബുക്ക് ചെയ്ത് വരുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല, പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ബൈത്ത് അത് വളരെ ആത്മാർത്ഥമായി എല്ലാവരും ചൊല്ലണം. ഇൻഷാ അല്ലാഹ് ഒരു 3 തവണ നമുക്ക് ചൊല്ലാം. യാ റബ്ബി ഹയ്യ ലനാ മിൻ അംരിനാ റഷദാ വജ്അൽ മഊനതകൽ ഹുസ്നാ ലനാ മദദാ. യാ റബ്ബി ഹയ്യ ലനാ മിൻ അംരിനാ റഷദാ വജ്അൽ മഊനതകൽ ഹുസ്നാ ലനാ മദദാ. യാ റബ്ബി ഹയ്യ ലനാ മിൻ അംരിനാ റഷദാ വജ്അൽ മഊനതകൽ ഹുസ്നാ ലനാ മദദാ. ഈ ബൈത്ത് എവിടെയുള്ള ബൈത്താന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ താഴെ കമന്റിൽ എഴുതി അറിയിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ബൈത്ത് നമ്മൾ എന്നും ചൊല്ലേണ്ട ബൈത്താണ്. പക്ഷേ ഈ ബൈത്ത് ഈ നെയ്യത്തോടു കൂടെ നല്ല നെയ്യത്ത് മനസ്സിൽ കരുതി ചൊല്ലിയാൽ നല്ല ഫലം ഉണ്ടാകും പ്രിയമുള്ളവരെ. അപ്പോൾ എല്ലാവരും ഓക്കെ അല്ലേ? ഇൻഷാ അല്ലാഹ് എല്ലാവരും അറിയിച്ചോളൂ. ഈ ബൈത്ത് കാണാതെ അറിയുന്നവരാണ്. അപ്പോൾ ഈ ഒരു വിഷയം നമുക്ക് മനസ്സിലായതുകൊണ്ട് ഇനി ഇങ്ങനെ ഒരു നെയ്യത്തും കൂടെ കരുതിയിട്ട് നമുക്ക് ഈ ബൈത്ത് സർവ്വസമയത്ത് നമുക്ക് ചൊല്ലാവുന്നതാണ്. വളരെ എളുപ്പമാണ്. ഇതേപോലെ ചൊല്ലണമെന്നൊന്നുമില്ല, ഇങ്ങനെ ഇല്ലാതെ. യാ റബ്ബി ഹയ്യ ലനാ മിൻ അംരിനാ റഷദാ വജ്അൽ മഊനതകൽ ഹുസ്നാ ലനാ മദദാ. യാ റബ്ബി ഹയ്യ ലനാ മിൻ അംരിനാ റഷദാ. യാ റബ്ബി ഹയ്യ ലനാ മിൻ അംരിനാ റഷദാ. ഇത് നമുക്ക് എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്നറിയോ? നമ്മുടെ മക്കൾ പെട്ടെന്ന് വിളിച്ചു പറയണം, ഉമ്മ ഞാൻ അവിടെ എനിക്ക് തീരെ ശരിയാവുന്നില്ല, ഞാൻ വേറെ സ്ഥലത്ത് CV കൊടുത്തിട്ടുണ്ട്. ചില മക്കളൊക്കെ ഉമ്മാരോട് ദ്വാരക്കാൻ പറയും. അങ്ങനെ ദ്വാരക്കാൻ പറയണമെങ്കിൽ ആ ഫോൺ കട്ട് ചെയ്ത ഉടനെ തന്നെ ഉമ്മ മോൻക്ക് വേണ്ടി ദ്വാ ചെയ്യണ്ടേ, ഇൻഷാ അല്ലാഹ് അത് ശരിയായിക്കോളും. ആ ഒരു പ്രതീക്ഷയുടെ വാക്ക് ഉമ്മ കൊടുത്തതിന് ശേഷം ഉമ്മ മനസ്സിൻ്റെ ഉള്ളിൽ ഈ ബൈത്തങ്ങ് ചൊല്ലുക. മഹാന്മാർ പറഞ്ഞല്ലേ, നമ്മൾ ഹസ്ബൻഡ് ഫോൺ വിളിച്ചിട്ട് ഭാര്യയോട് പറയണം, ഭാര്യ പറയാം അത് ശരിയാവും ഇൻഷാ അല്ലാഹ്, ഞാൻ ദ്വാരക്കുണ്ട്. ഇങ്ങനെ പ്രതീക്ഷയുടെ സംസാരപ്പോഴും സംസാരിക്കണം, ഞാൻ ദ്വാരക്കുണ്ട്. ഫോൺ കട്ട് ചെയ്ത ഉടനെ ഇത് ചൊല്ലുക. പറ്റുന്നുണ്ടെങ്കിൽ അവരോടും ചൊല്ലാൻ പറയാം. നല്ല ഫലം ലഭിക്കും ഇതിന്. മഹാന്മാർ ചെയ്ത് അവരതിൻ്റെ ഫലം ലഭിച്ചു എന്നല്ല ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ആ പ്രതീക്ഷയിൽ ആ വിശ്വാസത്തോടുകൂടി ചെയ്യണം. അതേപോലെ തന്നെ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ആര് നമ്മളോട് എന്ത് പ്രയാസം പറയണമെങ്കിലും ഉടനെ തന്നെ ഇത് ചെയ്യാലോ. യാ റബ്ബി ഹയ്യ ലനാ മിൻ അംരിനാ റഷദാ വജ്അൽ മഊനതകൽ ഹുസ്നാ ലനാ മദദാ. അങ്ങനെയും ചെയ്യാം. അതേപോലെ തന്നെ നമ്മളിങ്ങനെ ആത്മാർത്ഥമായിട്ട് മനസ്സ് തട്ടിയിട്ട് യാ റബ്ബി ഹയ്യ ലനാ മിൻ അംരിനാ റഷദാ വജ്അൽ മഊനതകൽ ഹുസ്നാ ലനാ മദദാ. ആ ഒരു വഖാറത്തോടു കൂടെ
ആ ഒരു ആത്മാർത്ഥതയിൽ ചെയ്ത നല്ല ഫലം ഉണ്ടാവും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ നൂറെ മദീനയുടെ മജ്ലിസ് എല്ലാ ദിവസവും രാവിലെ 6:15 രാത്രി 7:15 നടക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ അതിൽ പങ്കെടുക്കണം. ഒരുപാട് ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നവരാണ്. എല്ലാ ദിവസവും ഞാനത് ഓർമ്മിപ്പിക്കുന്നത്, നമ്മൾ പറയുന്ന കാരണമായിട്ട് ആരെങ്കിലും ആ നന്മയിലേക്ക് മുന്നിട്ട് വന്നാൽ അവരൊക്കെ ചൊല്ലുന്നതിൻ്റെ ഒരു വിഹിതം നമുക്കുണ്ടാവുമല്ലോ. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഈ മജ്ലിസൊക്കെ കാണുന്നതിൻ്റെ ഇടയിൽ എപ്പോഴാണ് നമുക്ക് മരണപ്പെടുകയെന്ന് അറിയാൻ പറ്റില്ലല്ലോ. മരണപ്പെട്ടു എന്ന് അറിഞ്ഞാൽ നമ്മൾ ദുആ ചെയ്യുന്ന ഉറപ്പല്ലേ. നമ്മുടെ മജ്ലിസിൽ പങ്കെടുത്തിരുന്ന ഒരു സഹോദരിയാണ്, ഒരു ഉമ്മയാണ്, ഒരു ഉപ്പയാണ്, ഒരു മോനാണ് മരണപ്പെട്ടെന്ന് പറയൂലേ. ഞാൻ എത്രയോ അവസരത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മജ്ലിസുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ എല്ലാ ദിവസവും ഫാത്തിഹ ഓതുന്നുണ്ട്. അതല്ലേ നമുക്ക് വേണ്ടത്. ഇൻഷാ അല്ലാഹ് തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.